ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടി എങ്ങനെയാണ് ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 300 ഗ്രാം ചെമ്മീനും എടുത്തിട്ടുണ്ട്. ഇതും ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ 3ഉം ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചിട്ടുള്ളതാണ്. ഇതും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇനി ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാന് സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ 1-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയൊരു വേവൊന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ മുഴുവനായിട്ടും വേവിച്ച് എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആയി വന്നോളൂ. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വെന്ത് വന്നോളും. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടിനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചെമ്മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ മുഴുവൻ ചെമ്മീനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ്. ഇത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. കെച്ചപ്പ് ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു സ്ട്രെയിനറിൽ ഇട്ട്
വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ഇട്ട് ഈ മസാലയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇതിലിട്ടൊന്ന് ഇളക്കി അരി ഒന്ന് വറുത്തെടുക്കുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തെടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് അതും ചേർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്തൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാൽ മതി. ചോറ് വെന്ത് വന്നോളും. ചോറിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ഭാഗത്തോളം വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വെച്ചാൽ മതി. ഒന്ന് മൂടി വെച്ചാൽ ചോറ് വെന്ത് വന്നോളും. അതുപോലെ തന്നെ ബാക്കി വറ്റാനുള്ള വെള്ളവും കൂടി വറ്റി കിട്ടും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഈ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുത്താൽ മതി. ഒന്ന് നിരത്തി കൊടുത്തൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ റൈസിലോട്ടൊന്ന് ഇറങ്ങി കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെമ്മീനൊന്ന് നിരത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം. താങ്ക്